മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴ കനക്കുന്നതൊപ്പം മഴക്കെടുതിയും രൂക്ഷമാവുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. ഗോപാൽ ഷീല സനൽ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം കൊച്ചിയിൽ നിന്ന് ലേബി സജീന്ദ്രനും കോഴിക്കോട്ട് നിന്ന് സിനോജ് തോമസുമുണ്ട്. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം, ലൈറ്റ് കത്തി നിൽക്കുന്ന കണ്ടില്ലേ? എല്ലായിടത്തും റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെയാണ് ഇന്നത്തെ ദിവസം. നാളെയും സമാനമായ സാഹചര്യം തന്നെയാണ്. ഗോപാൽ ഷീല സനൽ, ഗുഡ് ഈവനിംഗ്. തിരുവനന്തപുരത്ത് നിലവിൽ മഞ്ഞ വെളിച്ചമാണ് കാണുന്നത്. അടുത്ത ദിവസങ്ങളിൽ അത് ഓറഞ്ചോ ചുവപ്പോ ഒക്കെയായി മാറുമോ? എങ്ങനെയുണ്ട് തലസ്ഥാനത്തെ മഴ? ഒപ്പം മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് ഗോപാൽ? തലസ്ഥാനത്ത് ഉച്ചയ്ക്ക് ശേഷം മഴയൊന്ന് മാറി നിൽക്കുകയാണ്. രാവിലെ നല്ല മഴയുണ്ടായിരുന്നു. ആ ജില്ലയിൽ ഇന്നത്തെ അലേർട്ട് പരിശോധിക്കുകയാണെങ്കിൽ അത് യെല്ലോ അലേർട്ടാണ്. അധികം അങ്ങ് ഭയപ്പെടേണ്ട, അല്ലെങ്കിൽ വലിയ ഗുരുതര സാഹചര്യത്തിലേക്ക് മഴ മാറുന്നൊരു സ്ഥിതിയില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അങ്ങനെയല്ല സാഹചര്യം എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. സംസ്ഥാനത്തെ മൊത്തം ചിത്രമെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 17-ാം തീയതി വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വടക്കൻ ജില്ലകളെയാണ് ഇത്തവണ മഴ കൂടുതൽ ബാധിക്കുക. 5 ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നു. മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, കണ്ണൂർ തുടങ്ങിയ 5 ജില്ലകളിലാണ് ഇന്നും നാളെയും റെഡ് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലവും ആലപ്പുഴയും ഒഴികെയുള്ള 6 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട്. പക്ഷേ നാളെ 9 ജില്ലകളും, അതായത് നേരത്തെ റെഡ് അലേർട്ട് ഉണ്ടെന്ന് പറഞ്ഞ 5 വടക്കൻ ജില്ലകൾ ഒഴിച്ചാൽ ബാക്കി 9 ജില്ലകളിലും നാളെ ഓറഞ്ച് അലേർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മറ്റന്നാളത്തെ സ്ഥിതി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 3 ജില്ലകളിൽ റെഡ് അലേർട്ടും 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും 8 ജില്ലകളിൽ ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ടുമാണ് നൽകിയിരിക്കുന്നത്. വിവിധ ഇടങ്ങളിലായി നിൽക്കുന്ന സതീഷ് ബാബു ചോദിക്കുന്നു, 1-ാം തീയതി ആവുകയാണ്, ശബരിമലയിൽ മഴയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. സുജയ, പത്തനംതിട്ടയിൽ തൽക്കാലം ഓറഞ്ച് അലേർട്ടാണ്. അതിതീവ്ര മഴ, അതിശക്തമായ ഭീകരമായ മഴ ഉണ്ടാകില്ല എങ്കിൽ പോലും ഒരു അപകട സാഹചര്യം മുന്നിൽ കാണേണ്ട, എപ്പോഴും ഒന്ന് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമാണ് ഈ ഓറഞ്ച് അലേർട്ട് എന്ന് പറയുന്നത്. പത്തനംതിട്ട ജില്ലയിൽ അടുത്ത 4 ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്.